ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തിയ യുവാവിനെ ക്യാൻസറിന്റെ മരുന്ന് നൽകി. പുന്നപ്ര പുതുവൽ ആദർശ് എന്ന 23-കാരനാണ് മരുന്ന് മാറി ചികിത്സിച്ചത്. കഴിഞ്ഞ 16-ാം തീയതിയാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, എന്താണ് സംഭവം? വിശദാംശങ്ങൾ. ഷമ്മെ, കഴിഞ്ഞ 14-ാം തീയതിയാണ് ആദർശ് പനിയുടെ ചികിത്സ തേടി ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തിയത്. അതിന് 2 ദിവസത്തിന് ശേഷം ഇദ്ദേഹത്തിന് ചികിത്സ നൽകി വരികയായിരുന്നു. അങ്ങനെ 16-ാം തീയതി ഇഞ്ചക്ഷൻ നൽകിയതിന് ശേഷം ഇയാൾക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. നെഞ്ചുവേദന, അതോടൊപ്പം തന്നെ ഛർദില്, പിന്നീട് മൂത്രത്തിൽ രക്തത്തിന്റെ അംശം, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കണ്ട് പരിശോധിച്ചപ്പോഴാണ് മരുന്ന് മാറി എന്നുള്ളൊരു വിവരം അറിയുന്നത്. കാര്യം, ഈ ആദർശിന്റെ മാതാവ് ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് കൂടിയാണ്. അവരാണ് ഇക്കാര്യം നഴ്സുമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. പക്ഷേ പെട്ടെന്ന് തന്നെ അവർ കേസ് ഷീറ്റും മാറ്റിക്കളഞ്ഞു. തൊട്ട് സമീപത്തെ ബെഡിൽ ക്യാൻസർ പേഷ്യന്റ് ചികിത്സയിൽ ഉണ്ടായിരുന്നു. അവർക്ക് നൽകേണ്ട മരുന്ന് മാറി നൽകി എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ ഈ ആദർശിന്റെ മാതാവ് നൽകിയിരിക്കുന്നത്. അമ്പലപ്പുഴ പോലീസും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് പോലീസും ഒക്കെ തന്നെ സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. അതോടൊപ്പം തന്നെ ആശുപത്രിയിലെ സൂപ്രണ്ടും അന്വേഷണത്തെ സംബന്ധിച്ച് വിശദീകരണവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും മരുന്ന് മാറിയിട്ടില്ല എന്നുള്ളൊരു വിശദീകരണമാണ് നൽകുന്നത്. പക്ഷേ എങ്കിലും കേസ് ഷീറ്റും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ വിട്ടു നൽകാൻ അവർ തയ്യാറായില്ല. ഈ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ടുള്ള ആദർശിന്റെ മാതാവിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മരുന്ന് മാറി എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അമ്പലപ്പുഴ പോലീസ് ഇപ്പോൾ സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.